ഹലോ, ഒരു വേദനയുണ്ട്, പക്ഷെ അതിനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെ അത് താനേ മാറിക്കോളും, അല്ലെങ്കിൽ പെയിൻ കില്ലർ ഒക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കേട്ടോ. വേദന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല, അത് ഒരു സിഗ്നലാണ്. നമ്മളെ ബോഡി നമ്മളോട് തന്നെ പറയുകയാണ്, ഇതാ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ എന്നുള്ളത്. അതൊരു പക്ഷെ മസിൽസിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, നെർവ് കംപ്രഷൻ ആയിരിക്കാം, ഡിസ്ക് ബൾജ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഉറക്കമില്ലായ്മ കൊണ്ടായിരിക്കാം. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ബോഡി നമ്മളോട് തന്നെ പറയുകയാണ് ഒരു പ്രശ്നം ഇവിടെയുണ്ട്, ശ്രദ്ധിച്ചോ എന്നുള്ളത്. ആയുർവേദത്തില് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്താന്ന് കണ്ടെത്തിയിട്ട് ആ കാരണത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വേദനയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വേദന മാറാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ ഉള്ളത്. ഒരു പരിധി വരെ ശരിയായിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും ആ വേദനയെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നല്ല കൊടുക്കുന്നത്. എന്താണോ വേദന എന്നുള്ളത് ഒരു സിംറ്റം മാത്രമാണെന്ന് കണ്ടിട്ട് ആ വേദന ഉണ്ടാക്കുന്ന കാരണം എന്താണോ അതിനെ കണ്ടുപിടിച്ച് അതിനാണ് നമ്മൾ മരുന്ന് കൊടുത്ത് ശരിയാക്കുന്നത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ചെറിയൊരു നടുവേദനയാണ് നാളത്തെ വലിയ സയാറ്റിക്കയായിട്ട് മാറുന്നത്. ഇന്നത്തെ ചെറിയൊരു കഴുത്തുവേദനയാണ് നാളത്തെ സർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് ആയിട്ട് മാറുന്നത്. സോ ബോഡി ഒരു സിഗ്നൽ തരികയാണ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, എനിക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് ബോഡി നമ്മളോട് തന്നെ പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നൊക്കെ പറയാറില്ലേ? സ്വന്തമായിട്ട് സ്നേഹിക്കുക, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഒരു പണമോ ഒരു സമയമോ ഒരു ബന്ധങ്ങളോ ഒരു കെട്ടുപാടുകളോ ഒന്നുമില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ വേദനയൊക്കെ അത് താനേ മാറിക്കോളും, അല്ലെങ്കിൽ ചെറുതല്ലേ വലുത് വരട്ടെ എന്നൊന്നും നോക്കിയിരിക്കില്ല നമ്മൾ അപ്പം തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണോ അതെങ്ങനെ മാറ്റുമോ അത് നമ്മൾ മാറ്റും. സോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മൾ നമ്മളെ തന്നെ പൊന്നു പോലെ കൊണ്ടു നടക്കുക. വേദനയൊന്നും ഇങ്ങനെ കൊണ്ടു നടക്കാതെ എങ്ങനെയെങ്കിലും അത് ഇന്ന ട്രീറ്റ്മെന്റ് ഇന്ന ഡോക്ടർ അങ്ങനെയില്ല, ആരെടുത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിനെ വേരോട് കൂടിയിട്ട് ഇല്ലാതാക്കുക. എല്ലാവർക്കും നല്ലൊരു നവരാത്രി വിജയദശമി ആശംസകൾ. താങ്ക് യു.